ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ്? ഉത്തരം വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ? ഉത്തരം എം.എൻ. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ദിവസം ഏതാണ്? ഉത്തരം 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 3. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഏതാണ്? ഉത്തരം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 6. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിൻ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 1. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിൻ പ്രതിനിധിയായി പങ്കെടുത്തത് ആരാണ്? ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാർ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 9. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 3. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? ഉത്തരം അമ്മുകുട്ടി സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം ഏത്? ഉത്തരം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി എവിടെയാണ്? ഉത്തരം പാർലമെന്റ് സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 207. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 9 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 11 മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം എച്ച്.സി. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഉത്തരം ജെ.ബി. കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? ഉത്തരം ബി.എൻ. റാവു. ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഇല്ലാതെ വരുന്ന അരക്ഷിതാവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം അനാർക്കി. ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഒരാളുടെ മാത്രം നിയന്ത്രണത്തിൽ ആകുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഓട്ടോക്രസി. ഭരണ സംവിധാനം ഉദ്യോഗസ്ഥരാൽ നടത്തപ്പെടുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ബ്യൂറോക്രസി. ഭരണ സംവിധാനം ഒരു സ്ത്രീയിലോ സ്ത്രീകളിലോ നടത്തപ്പെടുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഗൈനാർക്കി. ഭരണ സംവിധാനം രാജാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം മൊണാർക്കി. ഭരണ സംവിധാനം ഒരു കൂട്ടം ആളുകളാൽ നടത്തപ്പെടുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഒലിഗാർക്കി. ഭരണ സംവിധാനം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ നടത്തപ്പെടുന്ന അവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഡെമോക്രസി. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്?
ഉത്തരം ഗ്രീസ്. ഭരണഘടന എന്ന ആശയം ആദ്യമായി നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന. അലിഖിത ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇസ്രായേൽ, ബ്രിട്ടൻ. ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം 1. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം 2. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.